നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവീ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 14 54 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ വ്യാസമഹർഷി മകനോട് ഒരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് അത് തീരെ സമ്മതമാകുന്നില്ല. അപ്പോൾ എനിക്ക് തത്വമാർഗവും മോക്ഷമാർഗവും ഒക്കെ ഉപദേശിച്ച് എന്നെ ധന്യനാക്കണമെന്ന് മകൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു. പക്ഷേ വ്യാസന് പുത്രൻ കല്യാണം കഴിച്ചു കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. ശുകൻ അത് സമ്മതിക്കുന്നുമില്ല. പുത്രൻ, ഭാര്യ, ഗ്രഹം എന്നിവയിൽ ആസക്തനായവനെ പണ്ഡിതനെന്ന് പുകഴ്ത്തുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് ശുകൻ സമർത്ഥിക്കുന്നു. സംസാരത്തോട്, അതായത് ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്ന വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. മനുഷ്യനെ ഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഗ്രഹമെന്ന പേര് പ്രസിദ്ധമായത്. ബന്ധിച്ചിടുന്ന ഗ്രഹത്തിൽ ഒരു സുഖവും കിട്ടുകയില്ല എന്നൊക്കെ അച്ഛനോട് ശുകൻ ബോധിപ്പിക്കുന്നു. അപ്പോൾ വ്യാസമഹർഷി എന്താണ് ഉത്തരം പറയുന്നതെന്ന് നോക്കാം. ശ്ലോകം 55. ന ഗ്രഹം ബന്ധനാകാരം ബന്ധനേന ച കാരണം മനസായോ വിനിർമുക്തോ ഗൃഹസ്ഥോപി വിമുച്യതേ. ഗൃഹം കാരാഗ്രഹമാണെന്ന് കരുതേണ്ട. അത് ബന്ധനത്തിന് കാരണമാകുന്നുമില്ല. മനസ്സാണ് ബന്ധന കാരണം. മനസ്സുകൊണ്ട് മുക്തനായവൻ ഗൃഹസ്ഥനായാലും മുക്തനായിത്തീരുന്നു. ശ്ലോകം 56. ന്യായാഗതധന കുർവൻ വേദോക്തം വിധിവത് ക്രമാത് ഗൃഹസ്ഥോപി വിമുച്യേത ശ്രാദ്ധകൃത് സത്യവാക് ശുചി. ന്യായമായ മാർഗത്തിലൂടെ ധനം നേടി, അതായത് വളരെ ന്യായമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ധനം ശേഖരിച്ച് വേദോക്തമായ കർമ്മങ്ങൾ യഥാവിധി ക്രമത്തിനനുഷ്ഠിച്ച് ശ്രാദ്ധം ചെയ്തും സത്യം പറഞ്ഞും ശുചിയായും കഴിയുന്ന ഗൃഹസ്ഥനും മുക്തനായി തീരും. ശ്ലോകം 57. ബ്രഹ്മചാരി യതിച്ഛൈവ വാനപ്രസ്ഥോ വ്രതസ്ഥിതഃ ഗൃഹസ്ഥം സമുപാസന്തേ മധ്യാഹ്നാതിക്രമേ സദാ. ബ്രഹ്മചാരിയും യതിയും വാനപ്രസ്ഥനും വ്രതനിഷ്ഠനും എല്ലായ്പ്പോഴും ഉച്ചഭക്ഷണം തെറ്റിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥനെ തന്നെ ആശ്രയിക്കുന്നു. ശ്ലോകം 58. ശ്രദ്ധയാ ചാന്നദാനേന വാചാ ശൂന്യതയാ തഥാ ഉപകുർവന്തി ധർമ്മസ്ഥ ഗൃഹാശ്രമനിവാസിനഃ. ശ്രദ്ധ, അന്നദാനം, അതുപോലെ നല്ല വാക്ക് എന്നിവയാൽ ധർമ്മനിഷ്ഠരായ ഗൃഹസ്ഥന്മാർ ആർക്കും ഉപകാരികളായിത്തീരുന്നു. ശ്ലോകം 59. ഗൃഹാശ്രമാത് പരോ ധർമ്മോ ന ദൃഷ്ടോ ന ചൈവൈശ്രുതഃ. ഗൃഹാശ്രമാത് പരോ ധർമ്മോ ന ദൃഷ്ടോ ന ച വൈശ്രുതഃ. വാസ്തുശിഷ്ടാദി അഭിചാര്യൈഹൈ ജ്ഞാതിഭിः സമുപാശ്രിതഃ. ഗൃഹസ്ഥാശ്രമധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ധർമ്മം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വസിഷ്ഠൻ തുടങ്ങിയ ആചാര്യന്മാരും ബന്ധുക്കളും ആ ഗൃഹസ്ഥധർമ്മത്തെ പരിപാലിക്കുന്നവരാണ്. ശ്ലോകം 60. കിമസാധ്യം മഹാഭാഗ വേദോക്താനി ച കുർവതഃ സ്വർഗം മോക്ഷം ച സജ്ജന്മ യദ്യദ്വാഞ്ഛതി തദ്ഭവേത്. ഹേ മഹാഭാഗ, വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കുന്നവന് അസാധ്യമായിട്ട് എന്താണുള്ളത്? സ്വർഗമോ മോക്ഷമോ ഉന്നത കുലത്തിലെ ജനനമോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കും. ശ്ലോകം 61.
ആശ്രമാദാശ്രമം ഗച്ഛേത് ഇതി ധർമ്മവിദോ വിദുഃ തസ്മാദഗ്നിം സമാധായ കുരു കർമ്മണ്യതന്ത്രിതഃ. ആശ്രമങ്ങൾ 4 ഒരാശ്രമത്തിൽ നിന്ന് അടുത്തതിലേക്ക് കടക്കണം. ഈ വസ്തുത ധർമ്മമറിയുന്നവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് നീ അജ്ഞാധാനം ചെയ്ത് മടി കൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും. ശ്ലോകം 62-63. ദേവാൻ പിതൃമനുഷ്യം ഛ സന്തർപ്യ വിധിവൽ സുത പുത്രമുത്പാദ്യ ധർമ്മജ്ഞ സംയോജ്യ ച ഗൃഹാശ്രമേ ത്യക്ത്വാ ഗൃഹം വനം ഗത്വാ കർത്താസി വ്രതമുത്തമം വാനപ്രസ്ഥാശ്രമം കൃത്വാ സന്യാസം ച തതഃപരം. 62-63 ശ്ലോകങ്ങളുടെ അർത്ഥം. മകനെ, വിധിയാമണ്ണം ദേവന്മാരെയും പിതൃക്കളെയും മനുഷ്യരെയും തൃപ്തിപ്പെടുത്തി ഗൃഹസ്ഥാശ്രമത്തിൽ വസിച്ചുകൊണ്ട് പുത്രനെയും ജനിപ്പിച്ചിട്ട് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് വനത്തിൽ ചെന്ന് ഉത്തമമായ വാനപ്രസ്ഥധർമ്മം അനുഷ്ഠിക്കുക. ആ വാനപ്രസ്ഥവ്രതം അനുഷ്ഠിച്ചു വേണം സന്യാസത്തിലേക്ക് കടക്കാൻ.